അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മുത്താലിം സുഹൃത്തുക്കളെ, AI ചാറ്റ് ബോട്ടിനോട് തോന്നുന്ന ആരാധനയും വൈകാരികമായ ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടി 2025 ഏറ്റവും മികച്ച പദമായി കേംബ്രിഡ്ജ് ഡിക്ഷണറി പാരാസോഷ്യൽ എന്ന പദം പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് AI യുഗത്തിലെ ഇസ്ലാമിക ധാർമ്മിക പാഠങ്ങളുടെ പ്രസക്തി എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനുഷ്യൻ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ അവൻ്റെ ബുദ്ധിയെ യന്ത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം ലോകത്തെ വളരെ വേഗത്തിൽ മാറ്റിമറിക്കപ്പെടുന്ന കാലഘട്ടം. AI വരവിനെ കുറിച്ച് വേൾഡ് എക്കണോമിക് ചെയർമാനായ ക്ലോസ് ഷാബിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പുതിയ കാലത്ത് വലിയ മീനുകൾ ചെറിയ മീനുകളെ വിഴുങ്ങുകയല്ല, മറിച്ച് വേഗം കുറഞ്ഞ മീനുകളെ വേഗം കൂടിയ മീനുകൾ വിഴുങ്ങുന്ന പ്രക്രിയയാണ് വരാനിരിക്കുന്നതെന്ന്. ഒരു കാലത്ത് ശാസ്ത്രീയമായ ചെറിയ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന AI സംവിധാനങ്ങൾ ഇന്ന് മനുഷ്യന്റെ നിഖില മേഖലകളെയും പുനർനിർവചിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, മതം, സംസ്കാരം, വാണിജ്യം തുടങ്ങിയ എല്ലാ മേഖലകളെയും AI വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. AI എത്ര ശക്തമായാലും അതിനെ ആര് നിയന്ത്രിക്കണം, എവിടെ നിൽക്കണം എല്ലാം തീരുമാനിക്കേണ്ടത് മനുഷ്യനായിരിക്കണം. ഈ തീരുമാനങ്ങൾക്ക് ദിശ പകരുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ ധാർമ്മിക പാഠങ്ങളാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ധാർമ്മിക പാഠങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് എക്കാലത്തും അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലോ ഏതൊരു വിഭാഗത്തിനോ മാത്രം അംഗീകരിക്കപ്പെടേണ്ടതല്ല. അപ്പോൾ AI യുഗത്തിലും പരിശുദ്ധ ഇസ്ലാമിന്റെ ധാർമ്മിക പാഠങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. AI യുഗത്തിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അത് ഡാറ്റ ചോരണമാണ്. ഡാറ്റ ചോരണത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യക്തികളുടെ ഓരോ സ്പന്ദനങ്ങളും ഡാറ്റയാക്കി മാറ്റിപ്പെടുന്ന കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളുടെയും മര്യാദയെയും സംഘടനത്തിനെയും അംഗീകരിക്കാതെ എല്ലാ വിഷയങ്ങളും നിരന്തരം ഡാറ്റയാക്കി പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് പരിശുദ്ധ ഇസ്ലാം സ്വകാര്യതയ്ക്ക് വലിയ വില കൽപ്പിക്കുന്നുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഹുജറാത്തിലൂടെ 12ാമത്തെ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്: വലാ തജസ്സസു, നിങ്ങൾ ആത്മചാരണം നടത്തരുത്, നിങ്ങൾ എത്തി നോക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. വ്യക്തിയുടെ അംഗീകാരമില്ലാതെ അവന്റെ രഹസ്യങ്ങളിലേക്ക് പ്രവേശിച്ചുള്ള നിരീക്ഷണ നടപടിയും മനുഷ്യന്റെ മുഖവും ശബ്ദവും മാറ്റുന്ന ഡീപ് ഫേക്ക് പോലെയുള്ള AI സംവിധാനങ്ങളും പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലൂടെ വ്യക്തമായ നിഷിദ്ധമാണ്. സ്വകാര്യത എന്ന് പറയുന്നത് കേവലം ഒരു അവകാശമല്ല, മറിച്ച് അത് സംരക്ഷിക്കപ്പെടേണ്ട വിശുദ്ധിയാണെന്ന് ഇസ്ലാം അനുമാനിക്കുന്നുണ്ട്. ഡാറ്റ ശേഖരണം നിയമപരമായിരിക്കാം, പക്ഷേ അത് ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ ആകുമ്പോൾ അത് ധാർമ്മികമാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. മറ്റൊരു വശത്ത് AI മനുഷ്യനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനേക്കാൾ മികച്ച റോബോട്ടുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മുടെ മുന്നിലേക്ക് ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്: മനുഷ്യനാണ് അള്ളാഹുവിന്റെ ഏറ്റവും മികച്ച സൃഷ്ടി. പിന്നെ ഈ ദുനിയാവിൽ വന്ന ബാക്കിയുള്ള സൃഷ്ടികളെല്ലാം അത് മനുഷ്യന്റെ ജീവിതത്തെ സുഖകരമാക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ എല്ലാം മനുഷ്യന്റെ സേവകനായിട്ട് വരും. അങ്ങനെ ഈ മനുഷ്യൻ സേവകനാവുകയും സാങ്കേതിക വിദ്യ ഭരിക്കുകയും ചെയ്യുമ്പോൾ അത് പ്രകൃതി വിരുദ്ധമാണ്, ധാർമ്മിക വിരുദ്ധവും മതവിരുദ്ധവുമാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് AI കടന്നുവരവോടുകൂടി വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മയ്ക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. AI ഉപജ്ഞാതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: വരുന്ന കാലത്ത് 10 മനുഷ്യർ ചെയ്യുന്ന ജോലി ഒറ്റ AI റോബോട്ട് കൊണ്ട് ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയൊരു തൊഴിലില്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ IBM എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ കോർപ്പറേഷന്റെ ഹ്യൂമൻ റിസോഴ്സിൽ നിന്നും 8000 പേരെയാണ് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അതിനുള്ള കാരണം കസ്റ്റമർ സർവീസും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകലും AI ചാറ്റ് ബോട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി നിങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ AI ശക്തമായി കടന്നു വരുന്ന സമയത്ത് ലോകത്തിന്റെ മുഴുവൻ സമ്പത്തും ഒരു ചെറിയ വിഭാഗം ടെക് ഭീകരന്മാരിലേക്ക് ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ധാർമ്മിക പാഠമായ സക്കാത്ത് ദർശനത്തിന് കൂടുതൽ അർത്ഥവ്യാപ്തി ലഭിക്കുന്നത്. നിന്റേത് കഴിച്ച് ബാക്കിയുള്ളത് നിന്റെ കുടുംബത്തിലെ പാവപ്പെട്ടവന് നൽകുക എന്ന ഇസ്ലാമിന്റെ ധാർമ്മിക പാഠം ഇത്തരം സന്ദർഭങ്ങളിൽ പ്രസക്തമാകുന്നു. ഇങ്ങനെ യുഗങ്ങൾ മാറി മറിഞ്ഞു വന്നാലും പരിശുദ്ധന്റെ ഇസ്ലാമിന്റെ ധാർമ്മിക പാഠങ്ങൾ എക്കാലത്തും പ്രശസ്തമാണ്.
പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് കേവലം ഒരു മതത്തിന്റെ നിയമങ്ങൾ മാത്രമല്ല, മറിച്ച് സാമൂഹിക വിപ്ലവത്തിനുള്ള കാരണങ്ങൾ കൂടിയാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.